ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് പോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഒരു ഇൻ്റർനെറ്റിലൂടെ പബ്ലിഷ് ചെയ്യുന്നതിനാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് സ്കില്ലിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പോഡ്കാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം, അതിൽ ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ പോഡ്കാസ്റ്റിൻ്റെ നമുക്ക് ഇൻ്റർനെറ്റിൽ എങ്ങനെ, ഇപ്പം പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ ഇടാം. ഇപ്പോൾ നമ്മൾ ഏകദേശം യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ പോഡ്കാസ്റ്റിലും വരുന്നത്. സാധാരണയായിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ആപ്പ് എന്ന് പറയുന്നത് ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റിംഗ് ആപ്പാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ആപ്പുകളുണ്ട് ഈ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആങ്കർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആങ്കറിൻ്റെ ഹോം പേജ് വരും. ആങ്കർ മാത്രമല്ല, ഏതിൻ്റെ ആയാലും ശരി ഒരു ഹോം പേജ് വരും. ഏത് പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഏത് ആപ്പിൻ്റെ ആയാലും നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് അതിനകത്ത് കയറുമ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോം പേജ് നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ ഫേസ്ബുക്കിലെ ഹോം പേജ് വരുന്ന പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ഹോം പേജ് വരുന്ന പോലെ അങ്ങനെ ഒരു ഹോം പേജ് വരും. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, പോഡ്കാസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ നെയിം കൊടുക്കാം, അതുപോലെ അതിൻ്റെ URL കൊടുക്കാം, അതുപോലെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ പോഡ്കാസ്റ്റിംഗ് ഈ ചാനൽ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ അതിനകത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് കാറ്റഗറി സെലക്ട് ചെയ്യാം. കാറ്റഗറി അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് ലാംഗ്വേജിലാണ് ചെയ്യാൻ പോകുന്നത്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ കൊടുക്കാം. ഈ കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ കോമഡിയാണോ അല്ലെങ്കിൽ ഡ്രാമയാണോ അല്ലെങ്കിൽ മ്യൂസിക് ആണോ അല്ലെങ്കിൽ സോങ് ആണോ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ കാറ്റഗറി എന്ന് പറയുന്നത്. അത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒന്നുകിൽ നമുക്ക് ട്രെയിലർ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പിസോഡായിട്ട് തന്നെ നമുക്ക് പോകാം. അപ്പം ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എപ്പിസോഡായിട്ട് പോകാം. ആ ഒരു രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണുമല്ലോ, നമുക്ക് വേണമെങ്കിൽ ഒരു ട്രെയിലർ എടുത്ത് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എപ്പിസോഡായിട്ട് തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ട് റെക്കോർഡിംഗ് ആണ് അടുത്ത് വരുന്നത്. സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കുമ്പോൾ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞ് ആ റെക്കോർഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ വെച്ചാൽ അതിനകത്ത് മ്യൂസിക് ആഡ് ചെയ്യാം, നമുക്ക് അതിൻ്റെ ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ള അതെല്ലാം കൊടുക്കാം. അത് കഴിഞ്ഞ് സേവ് ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഏകദേശം ഈ പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് ടു 6 hours വരെ എടുക്കുന്ന ആൾക്കാരുണ്ട്. 5 minutes പോഡ്കാസ്റ്റിംഗ് തീർക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ 6 hours പോഡ്കാസ്റ്റിംഗ് തീർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 6 hours എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ലെങ്തിയാണ്, ആൾക്കാർ കേൾക്കില്ല, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. സോ നമുക്കൊരു 15 minutes മതിയാവും. അതാണ് അതിൻ്റെ ഒരു ഹെൽത്തി ടൈം എന്ന് പറഞ്ഞാൽ. 15 മിനിറ്റിനുള്ളിൽ സംഭവം തീർക്കുക. അപ്പോൾ ഇതാണ് പോഡ്കാസ്റ്റിങ്ങിൻ്റെ ഒരു ഡൗൺലോഡിങ്ങും അതിനകത്തുള്ള സംഭവവികാസങ്ങൾ എന്തൊക്കെ. നമുക്കിതിനകത്ത് നോക്കാനുള്ളത് ഈ റെക്കോർഡിംഗ് അല്ലേ, ഈ സെക്ഷനാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യലും അതിനകത്ത് കയറലും അക്കൗണ്ട് ഉണ്ടാക്കില്ല അതൊന്നും നമുക്ക് ചോദിക്കും. നമുക്ക് ഈ സ്റ്റാർട്ട് റെക്കോർഡിംഗ് അല്ലേ, ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പോഡ്കാസ്റ്റിൻ്റെ സ്റ്റെപ്പാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. എന്തൊക്കെ സ്റ്റെപ്സാണ് പോഡ്കാസ്റ്റിൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു തരം FM റേഡിയോ പോലെയാണ്. അതായത് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. FM റേഡിയോ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസവും. സാധാരണ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ FM റേഡിയോയിൽ ആങ്കർ ചെയ്യുന്ന പോലെ അതുപോലെ തന്നെയാണ്, സെയിം തന്നെയാണ് ഇത്. അത് ഇൻ്റർനെറ്റിൽ കൂടെ ചെയ്യുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഓപ്പൺ ആകുമ്പോൾ ഒരു മ്യൂസിക്കോട് കൂടി സ്റ്റാർട്ട് ആവത്തില്ലേ, അതുപോലെ തന്നെ. അല്ലെങ്കിൽ FM റേഡിയോയിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ആകുമ്പോൾ മ്യൂസിക്കോട് കൂടിയാണ് സ്റ്റാർട്ട് ആവുന്നത്. അതുപോലെ ഈ പോഡ്കാസ്റ്റിങ്ങിനും ഒരു മ്യൂസിക്കോട് കൂടിയാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ മീൻസ് അതിനകത്ത് നമ്മുടെ ചാനലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഞാനിവിടെ മഷിക്കുപ്പി എന്നാണ് ഇട്ടിട്ടുള്ളത്, വെൽക്കം ടു മഷിക്കുപ്പി. രണ്ടാമതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. ആരാണോ സംസാരിക്കുന്നത് അയാളെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ. ഞാനിവിടെ ഐ ആം മീനാക്ഷി എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നമ്മുടെ കോ ഹോസ്റ്റ്, നമുക്ക് സംസാരിക്കാൻ, അതായത് ഒരു ഡിസ്കഷൻ മോഡലിൽ. ഞാനിവിടെ രമേശ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്.
അടുത്ത് പിന്നെ ഉള്ളത് നമ്മുടെ ഗസ്റ്റിനെ പരിചയപ്പെടുത്താൻ ഗസ്റ്റ് വരുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കൊടുക്കാം. പിന്നെ ഉള്ളത് ടോപ്പിക്ക്, എന്ത് ടോപ്പിക്കാണ് ആ ഒരു സെക്ഷനിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ആണ്. ഞാനിവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐ ആം മീനാക്ഷി, ടുഡേ വി ആർ ഗോയിങ് ടു ടോക്കിംഗ് അബൌട്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നാണ് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗസ്റ്റിനെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഒരു മ്യൂസിക്കൽ ജിംഗിൾ കൊടുക്കും, അതായത് ഒരു മ്യൂസിക്സ്, അത്രയേ ഉള്ളൂ. അടുത്തത് ഗസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ നമ്മുടെ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നെക്സ്റ്റ് സെക്ഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ കോണ്ടന്റ് ഇതിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഗസ്റ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് വിനീത് ശ്രീനിവാസനെയാണ്. പുള്ളിക്കാരനെയാണ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പുള്ളിയെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് വിനീത് ശ്രീനിവാസൻ അല്ലെങ്കിൽ ഏത് ഗസ്റ്റ് ആയാലും ശരി, ആ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ ലൈഫ് ഈവൻസിനെ കുറിച്ച് പറയുക, അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുക, അവരുടെ സ്റ്റോറീസിനെ ഒരു ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതായത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ് അല്ലേ. അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗുഡ് മോർണിംഗ് പറയാം. അതിനുശേഷം ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് അല്ലേ, എന്തൊക്കെ ഒപ്പീനിയനാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് അയാളോട് ചോദിക്കുക, അയാളിൽ നിന്ന് ആൻസർ എന്തൊക്കെയാ നമ്മൾ കളക്ട് ചെയ്തെടുക്കുക. ഒരു ഇൻ്റർവ്യൂ മോഡലിൽ അങ്ങ് പോകുന്നു. അങ്ങനെ ആ ഒരു മെയിൻ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇന്റർലൂഡ്സ് ആണ്. അതായത് ആ ഒരു മെയിൻ സെക്ഷൻ, അതായത് നമ്മുടെ ഗസ്റ്റിനെ പറ്റി പറഞ്ഞു, ഗസ്റ്റിൻ്റെ അഭിപ്രായവും പറഞ്ഞു, ആ ഒരു ഇൻ്റർവ്യൂ മോഡൽ കഴിഞ്ഞതിന് ശേഷം അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇൻ്റർവ്യൂ മോഡൽ എടുക്കാം, പല രീതിയിൽ പല സെക്ഷനിൽ എടുക്കാം. നമുക്കിവിടെ ഇൻ്റർവ്യൂ മോഡൽ ചെയ്യും. നിങ്ങളിവിടെ കുറച്ചും കൂടി ആഡ് ചെയ്തോളാം കേട്ടോ. ഞാനിവിടെ ഗുഡ് മോർണിംഗ്, വാട്ട് ഈസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് സേവ് യുവർ ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ക്വസ്റ്റ്യൻസ് കുറേ വരും. ഇവിടെയാണ് നമ്മുടെ മെയിൻ സെക്ഷൻ വരുന്നത്. ഞാനിവിടെ എനിക്ക് സമയക്കുറവ് കൊണ്ട് എഴുതാത്തതാണ്. നിങ്ങളിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശരിക്കും ഒത്തിരി അങ്ങ് എഴുതി കയറ്റിക്കൊള്ളണം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എന്തൊക്കെയാണ് അയാളിൽ നിന്നും ആൻസർ എലിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം നിങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തോളണം. ഇതൊരു മോഡലായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയയാണ് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തത്. ഒത്തിരി നമുക്ക് ചോദിക്കാനുണ്ടാവും, ഒത്തിരി ഗസ്റ്റിന് പറയാനുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഈ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് അയാൾ പറയുന്ന ആൻസറും ക്വസ്റ്റ്യനുമായിട്ട് എന്ത് ചെയ്യുക, ഒരു കോൺവെർസേഷൻ മോഡലിലായിരിക്കണം പോകേണ്ടത്. ദെൻ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഇന്റർലൂഡ് കഴിഞ്ഞിട്ട് അവിടെ ഇന്റർലൂഡ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇടവേള. അവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുക. അപ്പോൾ അടുത്ത സെക്ഷൻ സ്പോൺസേഴ്സ് മെസ്സേജ് ആണ്. അതായത് നമ്മുടെ പ്രോഗ്രാമിന് സ്പോൺസേഴ്സ് ഉണ്ടാവും. ഇച്ചിരി നല്ല റീച്ചൊക്കെ ആയി കഴിയുമ്പോൾ സ്പോൺസേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു പരസ്യം കൊടുക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ടുഡേസ് എപ്പിസോഡ് ഈസ് ബ്രോട്ട് യു ബൈ കാമിലാരി. നമുക്കറിയാം, ടി വിയിലൊക്കെ ഒരുപാട് പരസ്യം കേട്ടിട്ടുണ്ട് അല്ലേ, കാമിലാരി. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ. സോ അത് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അതിനെ എന്ത് ചെയ്യുക, നമ്മൾ പറയാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഇടവേള, ഇന്റർലൂഡ്സ്, ഒരു മ്യൂസിക് പ്ലേ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷോ ഔട്ട്രോയാണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മുടെ FB ഗ്രൂപ്പ് ഉണ്ടാവും, ഇൻസ്റ്റഗ്രാം ഉണ്ടാവും, ട്വിറ്റർ ഉണ്ടാവും അല്ലേ. ഇതൊക്കെ എന്ത് ചെയ്യുക, അവിടേക്ക് നമ്മുടെ ലിസണേഴ്സിനെ എന്ത് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക, നിങ്ങൾ അവിടേക്ക് ജോയിൻ ചെയ്യാമെന്ന് പറയുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ലൈവ് ഷോയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാമെന്ന് പറയും. അതാണ് ഷോ ഔട്ട്രോ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീണ്ടും ഒരു ഇന്റർലൂഡ് പ്ലേ ചെയ്യുക, ദാറ്റ് ഈസ് മ്യൂസിക് പ്ലേ ചെയ്യുക. അടുത്ത സെക്ഷൻ കോൾ ടു ആക്ഷൻ. കോൾ ടു ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചാനൽ, അതായത് എൻ്റെ ചാനൽ മഷിക്കുപ്പി എന്ന് പറഞ്ഞ ചാനൽ കേട്ടതിൽ അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സ്പെൻഡ് ചെയ്യുന്നതിന് എല്ലാവരോടും എന്ത് ചെയ്യുക, താങ്ക്സ് പറയുക. പോകുന്നതിന് മുൻപ് നിങ്ങളുടെ സജഷൻ, നിങ്ങളുടെ കമൻസ് ഇതെല്ലാം എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക, പ്രോത്സാഹിപ്പിക്കുക, വീണ്ടും റിവ്യൂസ് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെക്ഷനാണ് ഈ കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ അതിൽ കൂടെ വേറൊന്നുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക. അടുത്ത ആഴ്ച നമ്മൾ ഈ വിഷയം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് എക്സാം എന്നുള്ള ടോപ്പിക്കുമായിട്ടാണ് ഞാൻ അടുത്ത ആഴ്ച വരുന്നത് എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ അങ്ങനെ പറയുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വീക്കിൽ എന്താണോ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ പ്രോഗ്രാം എന്തിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ഇവിടെ മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും ഇന്റർലൂഡ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു മ്യൂസിക് പ്ലേ ചെയ്യുക. ലാസ്റ്റായിട്ട് ക്ലോസിങ് റീമാർക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കുമായിട്ട് താങ്ക്സ് പറയുക, ലിസണേഴ്സിന് താങ്ക്സ് പറയുക, അതുപോലെ നമ്മുടെ ഗസ്റ്റിന് താങ്ക്സ് പറയുക. പിന്നെ എന്ത് ചെയ്യുക, ഇനി വരുന്ന ഷോയിൽ എല്ലാവരെയും കാണാമെന്ന് പറയുക.
എന്നിട്ട് നമ്മൾ എന്താ സൈനിങ് ഔട്ട് ചെയ്യുക. ഇറ്റ്സ് മീ മീനാക്ഷി സൈനിങ് ഔട്ട് ഫ്രം മഷിക്കുപ്പി എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റിൽ ഒരു ക്ലോസിങ് മ്യൂസിക് പ്ലേ ചെയ്യുക. ഇത്രയാണ് നമ്മുടെ പോഡ്കാസ്റ്റിംഗ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. എക്സാമിന് ഇതാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോഡ്കാസ്റ്റിംഗ്. ഞാൻ ഇതിൻ്റെ അതായത് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ 2 ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് ഇതിനകത്തൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. കാരണം വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫോട്ടോയാക്കി ഇടാമെന്ന് വിചാരിക്കുന്നത്. രാത്രിയാണ് റെക്കോർഡിങ്സ്. പകൽ സമയം അറിയാമല്ലോ, കോളേജിൽ S4ൻ്റെ എക്സാം നടക്കുന്നു, അതുപോലെ ആനുവൽ എക്സാം നടക്കുന്നു. സോ ഫുൾ ബിസി. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഇപ്പോൾ ഇരുന്ന് ഇങ്ങനെ ചെയ്തത്. സോ എനിവേ, താങ്ക് യു.